മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കനിങ് ഫ്രാഞ്ചൈസിയിലെ അവസാനത്തെ സിനിമയാണ്. അത് നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഇതൊരു ഇങ്ങനെ ഫെയർവെൽ, ക്യാരക്ടറിന് ഫെയർവെൽ കൊടുക്കുന്ന സിനിമയൊന്നും അല്ല. ഒരു നൈസായിട്ട് പോകുന്ന ഈ പറയുന്ന ഇത്രയും നാൾ നമ്മൾ കണ്ട ഈ മിഷൻ ഇമ്പോസിബിൾ സിനിമകൾക്കൊക്കെ ഒരു ട്രിബ്യൂട്ട് കൊടുത്തിരിക്കുന്ന ഒരു സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡെത്ത് റെക്കനിങ്ങിൻ്റെ ആ ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ വന്നിട്ടുള്ളത്. എടുത്ത് പറയേണ്ടത് ടോം ക്രൂസിനെ പറ്റിയിട്ടാണ്. എൻ്റെ മോനെ ഇത്രയും റിസ്ക് എടുക്കുന്നൊരു ആക്ടർ. കാരണം പുള്ളി ഇപ്പം 29 വർഷമായിട്ടും ഇതേ സാധനം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി പോലും നോക്കാണ് റിസ്ക് എടുക്കുന്നത്. ഇതിനകത്ത് ഒരു അണ്ടർ വാട്ടർ സീനുണ്ട്, ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് എന്തോ ഉണ്ടാവും ഒരു സീൻ. ഇവൻ്റെ ഒരൊറ്റ ഡയലോഗ് ഇല്ല. അതൊരു കിടിലൻ സീൻ എന്ന് വെച്ചാൽ കിടിലൻ സീനാണ്. പിന്നെ ഈ പറയുന്ന നമ്മൾ ട്രെയിലറിൽ കണ്ട ആ ഒരു പ്ലെയിനിലുള്ള ഒരു സീൻ, അതും വേറെ ലെവലിൽ. ആ ഒരു ടോം ക്രൂസ് എന്താണ്, പുള്ളിയുടെ ആ ഒരു ഡെഡിക്കേഷൻ എന്താണെന്നുള്ളത് സിനിമയെ ജീവിതമാക്കി വെച്ചിരിക്കുകയാണ് പുള്ളി. അതാണ് ഇപ്പം എല്ലാ സിനിമകളിലും ഇങ്ങനെ റിസ്ക് എലമെൻറ്റ്സ് ഇങ്ങനെ എടുത്തെടുത്ത് പുള്ളി സിനിമ ചെയ്യുന്നു. ഇതിനകത്ത് നമ്മൾ ഡെത്ത് റെക്കനിങ് പാർട്ട് 1 കണ്ടതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ, ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ആ ഒരു ഈ പറയുന്ന വേൾഡ് ഡൊമിനേഷൻ, അല്ലെങ്കിൽ ഒന്നുകിൽ വേൾഡ് ഡൊമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേൾഡ് ഡിസ്ട്രോയ് ചെയ്യുക, 2 ഓപ്ഷൻസ് ആണുള്ളത് ഈ ഐഡൻറ്റിറ്റിക്ക്. അങ്ങനെ യൂഷ്വലി നമ്മൾ കാണാറുള്ളത് മിഷൻ ഇമ്പോസിബിൾ അല്ലെങ്കിൽ IMFൻ്റെ ഒരു ചെറിയ അകത്ത് നടക്കുന്ന ചില സീക്രട്സ് ഒക്കെയാണ്. പക്ഷേ ഇത് ഒരു ദ ഹോൾ വേൾഡ് പ്രോബ്ലമാണ്. അതായത് എൻറ്റിറ്റി ദ വേൾഡ് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട്, അതായത് എല്ലാ രാജ്യങ്ങളുടെയും ന്യൂക്സ് അല്ലെങ്കിൽ മിസൈൽസ് ഒക്കെ ഇത് കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ ടൈപ്പ് ഓഫ് സാധനം, ഇതിനെ നിർത്തുക എന്നുള്ള സാധനം വരുന്നു. അതിനു വേണ്ടിയിട്ട് ഇവരുടെ ടീമിനെയൊക്കെ ആയിട്ട് പോകുന്നു. അങ്ങനെ ഒരു സാധനമാണ് ഇതെന്നുള്ളതാണ്. ഇനി നമ്മൾ കാണുന്ന ഇനി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിഷൻ ഇമ്പോസിബിൾ ഈ ഒരു ഒറിജിനൽ ടീം കാണില്ല. ഈതൻ ഹണ്ട് ഇനി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു നൈസ് എൻഡിങ്ങിൽ, അതായത് ഈ പറയുന്ന നമ്മൾ ജെയിംസ് ബോണ്ടിൽ കണ്ട പോലെ ഈ ക്യാരക്ടറിനെ കൊല്ലുന്ന പരിപാടിയൊന്നും ഇതിനകത്തില്ല. പക്ഷേ ഒരു നല്ല ട്രിബ്യൂട്ടൊക്കെ കൊടുത്ത് നൈസായിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ഈതൻ ഹണ്ടിൻ്റെ ആ ഒരു ഐക്കോണിക് റണ്ണ് കുറേ ഉണ്ട് എന്നുള്ളതാണ്. കുറേ ഓട്ടമുണ്ട്. പിന്നെ ഈ പറയുന്ന അണ്ടർ വാട്ടർ സീൻ, കുറേ ഗൂസ് ബം സീൻസ്, നമുക്കിങ്ങനെ ഭയങ്കര എന്താണ് ഒരു ക്യാരക്ടറിനോടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അറ്റാച്ച്മെൻറ്റ്. അത് അങ്ങനത്തെ കുറേ സാധനങ്ങൾ, കുറേ സീൻസൊക്കെ ഉണ്ട്. ഈവൻ ചില സമയത്ത് കാണുന്ന സമയത്ത് നമ്മൾ ടോപ്പ് ഗണ്ണൊക്കെ ഇങ്ങനെ ഓർത്തു പോകും. 300 മില്യൺ $ആണ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ബഡ്ജറ്റുള്ള സിനിമ, അതേപോലെ തന്നെ ഏറ്റവും ഡ്യൂറേഷനുള്ള സിനിമയാണ്. 2 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട് സിനിമ. ഒരു പക്കാ മിഷൻ ഇമ്പോസിബിൾ, ഒരു ഫണ്ണല്ല, ഒരു ഫുൾ ആക്ഷൻ പാക്ഡ് എൻ്റർടൈനർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സിനിമ ഒരു 1 ബില്യൺ അടിക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി ആഗ്രഹം. കാരണം ആ ഒരു എടുക്കുന്ന റിസ്ക് എലമെൻസിനും പുള്ളിയുടെ ആ ഒരു ഡെഡിക്കേഷനൊക്കെ ഈ സിനിമ ഒരു 1 ബില്യൺ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കരിയറിലെ 2ാമത്തെ 1 ബില്യൺ സിനിമയാകും. പിന്നെ ഇത് കണക്ഷൻസ് ഉണ്ട് ബാക്കി സിനിമകളുമായിട്ട്. അതായത് ഇവർ 2ാമത് 3ാമത് സിനിമയായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻറ്റിറ്റി AI പരിപാടികൾ എന്തൊക്കെയാണ്, നമ്മൾ കുറേ സിനിമകളിലൊക്കെ AI പരിപാടികൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഡിഫറൻ്റായിട്ട് ആ ഒരു സാധനത്തെ കാണിക്കുന്നതും, പിന്നെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ അങ്ങനെ വലിയ ഇതൊന്നും പറയുന്നില്ല, സ്പോയിലറൊന്നും പറയാണ്ടിരിക്കുകയാണ് റിവ്യൂ പറയുന്നത്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു രീതിയിലാണ് സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. ടോം ക്രൂസിനോടുള്ള ആ ഒരു ഫാൻ മൊമെൻ്റ് ഉണ്ടല്ലോ നമുക്ക്, അത് വീണ്ടും ഈതൻ ഹണ്ട് എന്ന് പറയുന്ന ക്യാരക്ടറിനോടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിങ്ങനെ കൂടിക്കൂടി ഒരു സിനിമ കാണുന്ന സമയത്ത്. എന്തായാലും അതാണ് മിഷൻ ഇമ്പോസിബിൾ ഡെത്ത് റെക്കനിങ്, ഫൈനൽ റെക്കനിങ് എന്ന് പറയുന്നത്.